ഹായ് ഫ്രണ്ട്സ്, ഞായറാഴ്ച ആയിരുന്നാലും പതിപോലെ വൈകിയാട്ടെ എനിക്ക് പിന്നെ ഇന്നിപ്പോൾ നെയ്റോസ്റ്റ് മസാല ദോശയൊന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല കേട്ടോ. ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മീൻ ഇന്നിപ്പോൾ കൂട്ടത്തിൽ എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ചപ്പോൾ മീൻകാരൻ വണ്ടായിരുന്നു. എന്നാൽ പിന്നെ മീൻ മേടിക്കാമെന്ന് ഓർത്ത് താഴത്തേക്ക് പോയി മീൻ മേടിച്ചു. 1/2 കിലോ മറ്റേ കൊഴുവയും ചാളയാട്ടോ എനിക്കിഷ്ടം. ഞാൻ ചാള നോക്കിയപ്പോൾ പക്ഷേ അത് ഉണ്ടായില്ല. 1/2 കിലോ കൊഴുവയും 1/2 കിലോ കിളിയും മേടിച്ചുകൊണ്ട് സ്രാവ് ആട്ടോ മീൻ മേടിച്ചുകൊണ്ട് വന്നെ. അതിൻ്റെ മീനൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾ അക്വേറിയത്തിൽ കിടക്കുന്ന മീനുകളും മറ്റു മീനുകളൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഞാൻ പിന്നെ എല്ലാ മീനുകളൊക്കെ ഒന്ന് പോയി നോക്കി. അരുണാണെങ്കിൽ സാവിൻ്റെ സൈക്കിള് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ടയറൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഊരി ഒന്ന് നന്നാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി അതൊക്കെ ഒന്ന് നന്നാക്കാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ ഉണ്ടായിരുന്നു. മീൻ വറക്കാൻ വെച്ചു, കറി വെച്ചു, ചോറൊക്കെ വറുത്തിട്ടു. ചോറൊക്കെ പിന്നെ കുളിക്കാനുള്ള വെള്ളം വെച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ചാവനും ചോറ് കൊടുത്തു, ഞാനും ചോറൊക്കെ കൊണ്ടു കേട്ടോ. മറ്റേ കിളിമീനാട്ടോ വച്ചത്, കിളിമീനും വറുത്തത് മറ്റേ കൊഴുവയാട്ടോ. ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുപ്പമ്പടി വരെ പോകാനുണ്ടായിരുന്നു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ പൂച്ച നൂലോളിയാണ്. ആ കുഞ്ഞു പൂച്ച ഏത് നേരം നൂലോളി. മീൻതല മൊത്തം കൊടുത്താൽ എന്നാലും അതിന് നൂലോളി മാറിയിട്ടില്ല കേട്ടോ. അതെപ്പോൾ ഇറങ്ങിയാലും ഞാൻ ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയാലും അതിൻ്റെ പുറകെ തൊട്ടുരുമി വരും. എനിക്കാണെങ്കിൽ പൂച്ച ഇങ്ങനെ തൊട്ടുരുമി വരുമ്പോൾ രോമൊക്കെ മേത്തേക്കാണ് വല്ല അസുഖം വരുന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടാട്ടോ ചെയ്യണം. പിന്നെ ബബിൾസ് നാരങ്ങ പഴുത്തില്ല കേട്ടോ. അത് അത്ര ആവുള്ളൂ കേട്ടോ. വലിപ്പത്തിലാവുള്ളൂ. ഇനി പഴുക്കാനുണ്ട്. പിന്നെ ചെടിയൊക്കെ പോയിട്ട് ആകെ പോയി. ഓണത്തിന് പൂടാൻ ചെടിയൊന്നുമില്ല. പിന്നെ ആ കപ്പും സോസും ചെടി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അക്വേറിയത്തിൽ മീനിനെയൊക്കെ ഒന്ന് പോയി നോക്കി. ഇതിലിട്ടാണ് മീനൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അതിലുണ്ടായ മീനുകൾ പിന്നെയും പ്രസവിച്ച് കുരുന്നുള്ള ഗപ്പികളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു. പക്ഷേ വീഡിയോ വെട്ടടിച്ചിട്ടാണ് മീനുകൾ ശരിക്കും ക്ലിയർ ആവണില്ല. പിന്നെ ഈ ഫ്രിഡ്ജ് ബോക്സിലിട്ട മീനുകളെ കാണാനില്ല എന്ന് ആരും പറഞ്ഞു. ഞാൻ എല്ലാ ഇലയൊക്കെ ഒന്ന് പോയി മാറ്റി വയ്ക്കിട്ടും ഫ്രിഡ്ജ് ബോക്സിൽ മീനെ കാണുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ വല്ല കിളികളൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് സംശയമുണ്ട്. ഇനി വല കൊണ്ടുവന്ന് ഇടണം. കാക്കയോ കിളി എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതെന്ന് സംശയമുണ്ട് കേട്ടോ. പിന്നെ മറ്റേ പാത്രത്തിലിട്ടതിൽ മീനുകളുണ്ട്. പിന്നെ ഞാൻ മറ്റേ വേറെ പാത്രത്തിലിട്ട ഗപ്പി ഞാൻ കയ്യിലെടുത്തു കേട്ടോ. അതുങ്ങളിപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഇണക്കമുണ്ട് കേട്ടോ. അതുങ്ങളായിട്ട് കയ്യിലെടുക്കുമ്പോൾ അതുങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇണക്കം എനിക്ക് തോന്നുന്നത് ഗോൾഡൻ ഫിഷിനാണെന്ന് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ കൈയൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ അതുങ്ങളങ്ങനെ പേടിച്ച് ഓടണില്ല കേട്ടോ. അതുങ്ങൾക്ക് പിന്നെ തീറ്റ കൂടുതൽ വേണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിലും കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ. ഓരോരോ വെറൈറ്റി ഗപ്പികളാട്ടോ ഇട്ടേക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ കടലിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്ന് തിന്നുക കേട്ടോ. അത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് വയ്ക്കുക, പാത്രത്തിലിട്ട് തിന്നാൽ മതി എന്നിട്ടാ കൊണ്ടുവരുന്നത്. എപ്പോഴാണ് അത് മൊത്തത്തിൽ മുറ്റത്തേക്ക് പാടി കളയണേന്ന് അറിയാൻ പാടില്ല. കയ്യിൽ നിന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം നിലത്തി ചാടൂല. അതുകൊണ്ട് അവളോട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കോഴിയുള്ളൂ കേട്ടോ. ഒരു കോഴി ചത്തുപോയി. പിന്നെ ഞങ്ങൾ കുറുമ്പടിക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഞാൻ ആദ്യം റെഡിയായി നിന്നു കേട്ടോ. പിന്നെ അരുൺ റെഡി ആയിട്ട് വന്നു. പിന്നെ എല്ലാം കുറുമ്പടിക്ക് പോയി. ഇപ്പോൾ ഞായറാഴ്ച പോകുന്ന ദിവസം അരുൺ ഒന്ന് അക്വേറിയം കടയിൽ കയറും കേട്ടോ. അവിടെ കയറി എന്തെങ്കിലും തീറ്റയോ മീനോ അങ്ങനെയൊക്കെ നോക്കി ഒരു കുഞ്ഞു മീനെയൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒന്നും അക്വേറിയം കടയിൽ ചെന്നില്ലെങ്കിൽ അരുൺ സമാധാനമില്ല കേട്ടോ. അവിടെ പിന്നെ പുതിയ മീനുകളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ കിളികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അക്വേറിയത്തിലൊരു മീനെ മേടിച്ച് തിരിച്ച് വന്നപ്പോൾ അരുൺ ഷാർജ ഷേക്കൊക്കെ മേടിച്ചു. ഞാൻ പിന്നെ പനിയായിരുന്നു, എനിക്ക് പനിയും ജലദോഷമൊക്കെ ഉള്ളതായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ അത് മേടിച്ചില്ല കേട്ടോ. സ്രാവിനും തണുപ്പ് കൊടുത്തില്ല. ഒരു തണുക്കാത്ത ജ്യൂസ് മാത്രം മേടിച്ചോളൂ. പിന്നെ കൊഴുവ ബാലൻസ് വറക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് പുളിയില ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പുളിയില വറക്കാൻ വേണ്ടി മേളിലേക്ക് പോയി. നിറച്ചും കാടായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മച്ചിയെ പോയി പുളിയിലൊക്കെ പറിച്ചു. ഒരുപാടൊന്നും പറിച്ചില്ല, അത്യാവശ്യം കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടി പുളിയിലൊക്കെ പറിച്ചു. പിന്നെ ഇത് ഈ കമ്മൽപ്പൂവാണല്ലോ, ഇതിന് ഓണത്തിന് നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ വഴിക്കുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിരുന്നു കേട്ടോ. നല്ല വിലയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷേ നല്ല നിറം എനിക്ക്